മടുത്തു. നമുക്ക് കുറച്ചു നേരം പുറത്തൂടൊക്കെ നടന്നാലോ? അതിനെന്താ? ഹായ്, നല്ല കാറ്റല്ലേ? ആ ശരിയാ. എടി സിസിലി, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള നിന്റെ സ്വപ്നം എന്താ? അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ, ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറി ജീവിതം ഇന്ന് നടിച്ചു പൊളിക്കണം, ലൈഫ് ഒന്ന് കളറാക്കണം. അതിനിപ്പോ എന്താണ് ഒരു വഴി? പഠിക്കണം, അല്ലാതെന്താ? അല്ല, വേറൊരു വഴിയുണ്ടടി. ഈ സിൻഡ്രല്ലയെ പോലെ ആ രാജകുമാരൻ വന്ന് കൊണ്ടുപോകാനുണ്ടല്ലോ, പിന്നെ ലൈഫ് സെറ്റാ മോളെ. സിൻഡർലായോ? അതാരാടി? നീ കേട്ടില്ലേ ആ കഥ? രണ്ടാനമ്മയുടെ പീഡനങ്ങളൊക്കെ സഹിച്ച ഒരു പാവം പെൺകൊച്ചിൻ്റെ കഥ. അവളുടെ കഷ്ടപ്പാടെല്ലാം കണ്ട് ഗോഡ് മദർ പ്രത്യക്ഷപ്പെട്ട് അവളെ തിളങ്ങുന്ന വസ്ത്രം അണിയിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി രാജകുമാരൻ അവളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അവൾ ഒരുമിച്ച് ഡാൻസിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന് ഓർമ്മ വന്നതും ഓടിപ്പോയ വഴി ചെരിപ്പൂരിപ്പോയതും രാജകുമാരൻ പിന്നെ അവളെ തേടി വന്ന് സ്വന്തമാക്കിയ കഥയൊന്നും നീ കേട്ടിട്ടില്ലേടി? ഇപ്പൊ ഓർമ്മ വന്നു. എൻ്റെ രാജകുമാരി എന്നാണോ വരിക. കൊള്ളാലോ മക്കളുടെ മനസ്സിലിരിപ്പ്. അയ്യോ സിസ്റ്റർ കേട്ടോ? അതല്ല, ഈ ഈശോയാകുന്ന രാജകുമാരനെ വീണെടുത്ത് കിടന്ന് ഉരുളൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞ ഈ സിൻഡ്രല്ല ഇല്ലേ? അയ്യോ, സിസ്റ്റർ എല്ലാം കേട്ടോ? മക്കളിങ്ങ വാ, ഈ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ സിൻഡ്രല്ലയുടെ കഥ സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സിസ്റ്റർ കഥ പറയാൻ പോവാ, എല്ലാവരും ഓടി വാ. ഫ്രാൻസിലെ ടിബ്രെ എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ കഥാനായികയുടെ ജനനം. അവളുടെ ഒരു കൈ ശോഷിച്ചതും ആകാരം വിരൂപവുമായിരുന്നു. പിന്നീട് കണ്ടമാല എന്നൊരു രോഗവും അവളെ ബാധിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് അവളുടെ അമ്മ അവൾ കുഞ്ഞായിരിക്കുമ്പോഴേ മരിച്ചുപോയി. പിന്നെ രണ്ടാനമ്മയുടെ കാര്യം പറയാനുണ്ടോ? നമ്മുടെ കൊച്ചിനെ കൊല്ലാക്കൊല ചെയ്ത സ്ത്രീ. അവളുടെ രോഗം പകരാതിരിക്കാൻ അവരവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നെ കളപ്പുരയിലായിരുന്നു അവളുടെ വാസം. ഭക്ഷണവും ശരിക്കും കൊടുത്തില്ല. ദിവസം മുഴുവൻ അവളുടെ ആരോഗ്യം ഒന്നും നോക്കാതെ അവളെ ഇട്ട് കുറേ പണിയിപ്പിച്ചു. എന്നാൽ അവൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആടുകളെ നോക്കുകയും നൂൽ നൂൽക്കുകയും അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികളോട് തനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എങ്കിലും അവളെ അവജ്ഞയോടെയാണ് എല്ലാവരും നോക്കിയിരുന്നത്. എന്നാൽ അവളുടെ നോട്ടം ആരിലായിരുന്നു? അതെ, ഈശോയിൽ. എല്ലാവരും അവളെ സംശയിച്ചപ്പോഴും അവഗണിച്ചപ്പോഴും അവൾ ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും പരാതിപ്പെട്ടില്ല. പിന്നെയോ അവളുടെ ഏകാന്തതയിൽ അവൾ കുരിശിലെ ഈശോയെ കണ്ടുമുട്ടി. സദാ അവളുടെ കൂടെയുള്ള ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് അത് മറ്റുള്ളവരിലേക്കും അവൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾക്ക് കിട്ടുന്ന തുച്ഛമായ ഭക്ഷണം പോലും അവൾ ദരിദ്രരുമായി പങ്കുവച്ചു. ഒരിക്കൽ തൻ്റെ ഭക്ഷണം മോഷ്ടിക്കുന്നുവെന്ന പേരിൽ രണ്ടാനമ്മ അവളെ കുറ്റാരോപിതയാക്കാൻ അവളുടെ ഏപ്രിൻ തുറപ്പിച്ചപ്പോൾ അവളുടെ പക്കലുണ്ടായിരുന്ന അപ്പക്കഷ്ണങ്ങൾ അത്ഭുതകരമായി ആ പ്രദേശത്തെങ്ങും ഇതുവരെയും കാണാത്ത പൂക്കളായി മാറി. അതെ, എല്ലാവരും അവളെ സംശയദൃഷ്ടിയോടെ നോക്കിയപ്പോൾ ഇതുപോലുള്ള നിരവധി അടയാളങ്ങളാൽ അവളുടെ വിശുദ്ധി സ്വർഗം സ്ഥിരീകരിച്ചു. അതൊരു മഹാരഹസ്യമാണ് മക്കളെ. ഈശോയും ഈശോയെ സ്നേഹിക്കുന്ന ആത്മാവും മാത്രം അറിയുന്ന അവർ തമ്മിലുള്ള രഹസ്യം. 2 രഹസ്യങ്ങൾ സിസ്റ്റർ പറഞ്ഞു തരാം. ഈ കഷ്ടപ്പാടിനെല്ലാം നടുവിലും അവൾ ദിവസവും ദിവ്യബലി അർപ്പിച്ചിരുന്നു. ഇതിപ്പോ നമ്മളും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതല്ലേ?
നിങ്ങളെപ്പോലെ ഇങ്ങനെ പിറകെ നടന്ന് പോ മക്കളെ വാ മക്കളെ എന്ന് പറയാൻ സിസ്റ്റേഴ്സും പേരൻസും ഒക്കെ ഉണ്ടായിട്ടാണോ? തൻ്റെ ആടുകളെ ദൈവപരിപാലനയ്ക്ക് സമർപ്പിച്ചാണ് അവൾ ഏറെ ദൂരം നടന്ന് ബലിയർപ്പിക്കാൻ പോയിരുന്നത്. ചെന്നായ്ക്കളുടെ നിരന്തര ശല്യമുണ്ടായിരുന്ന ആ ഇടത്തും അവളുടെ ഒരു ആടിനെ പോലും ചെന്നായി ഉപദ്രവിക്കാൻ ദൈവം അനുവദിച്ചില്ല. പിന്നെ രണ്ടാമത്തെ രഹസ്യം, പരിശുദ്ധ അമ്മയോടുള്ള അവളുടെ അഗാധമായ ഭക്തി. കിട്ടുന്ന സമയമെല്ലാം അവൾ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് അവൾ ധാരാളം ജപമാലകൾ ചൊല്ലിയിരുന്നു. അവളുടെ വിശുദ്ധിയൊക്കെ ബോധ്യപ്പെട്ട് അവളെ തിരികെ അവളുടെ അപ്പൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങിയപ്പോൾ അവൾ ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചു. അങ്ങനെ 1601 തൻ്റെ ഇലകൾ കൊണ്ടുള്ള ശയ്യയിൽ 22ാമത്തെ വയസ്സിൽ അവൾ മരിച്ചു. അയ്യേ, ഇത്ര ഉള്ളോ? നിക്ക് ക്ലൈമാക്സ് ആയില്ല, ഇനിയാണ് ട്വിസ്റ്റ്. കുറേ വർഷങ്ങൾക്ക് ശേഷം അവളുടെ കല്ലറ മറ്റൊരാളെ അടക്കാൻ വേണ്ടി തുറന്നപ്പോൾ ഇതാ നമ്മുടെ വിശുദ്ധ അഴുകാതെ കിടക്കുന്നു, ജീവനുള്ള പോലെ. അതെ, സ്വർഗം യാഥാർത്ഥ്യമാണ് മക്കളെ. ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല, നിത്യജീവൻ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ. ലോകം അവളെ ബാഹ്യരൂപത്തിൻ്റെ പേരിൽ അവഗണിച്ചപ്പോൾ ദൈവം കണ്ടത് അവളുടെ അഴുകാത്ത ആന്തരിക സൗന്ദര്യമാണ്. നിങ്ങൾ എത്ര ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയാലും നിലനിൽക്കുന്നത് ആത്മാവിൻ്റെ സൗന്ദര്യം മാത്രമാണ്. ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, അല്ലേ? ഈ ഈശോയാകുന്ന രാജകുമാരനില്ലേ, അവന് മാത്രമേ നിങ്ങളെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ പറ്റും. മറ്റാരും നിന്നെ കണ്ടില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു, പൂർണ്ണമായി അറിയുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന അടയാളമല്ലേ ഈ വിശുദ്ധ. ഈ രാജകുമാരൻ്റെ സ്വന്തമായി ജീവിക്കാൻ സാധിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഭാഷയിൽ ലൈഫ് പിന്നെ എന്നേക്കുമായി സെറ്റാ മോളെ. ഈ രാജകുമാരന് നിന്നെ അല്ലാതെ മറ്റൊന്നും വേണ്ട. അവന് അവൻ്റെ സ്വന്തമായാൽ പിന്നെ ഒരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല, ഒരു ബ്യൂട്ടി പാർലറിലും പോകണ്ട, പിന്നെ വസ്ത്രത്തെക്കുറിച്ച് നീ ആകുലപ്പെടുകയേ വേണ്ട. ഈ സിൻഡ്രല്ലായ്ക്ക് ഗോഡ് മദർ തുന്നിക്കൊടുത്ത ആ തിളങ്ങുന്ന കുപ്പായമില്ലേ, അതുപോലെ പരിശുദ്ധ അമ്മ നിന്നെ വിശുദ്ധിയാകുന്ന വസ്ത്രം അണിയിച്ച് അവൻ്റെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സിസ്റ്ററെ, ഈ രാജകുമാരന്റെ സ്വന്തമാകാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒരു യേസ് പറഞ്ഞാൽ മാത്രം മതി മോളെ. ഈ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നിന്നെ സ്വതന്ത്രയാക്കാൻ അവൻ നിന്നെ തേടി വരും, നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകും, ഉറപ്പ്. ഇതൊക്കെ പറഞ്ഞാലും ഈ സിൻഡർല വിശുദ്ധ ആരാ സിസ്റ്ററെ? അത് നമ്മുടെ സ്വന്തം ജർമ്മീന പുണ്യവതി. ഹായ്, ജർമ്മേന പുണ്യവതിയോ? നമ്മുടെ ചുറ്റുപാടുകളെയും കൂടെയുള്ളവരെയും പഠിക്കാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാഹചര്യങ്ങളെ ശരിയായി വിനിയോഗിച്ചാൽ വിശുദ്ധിക്ക് പ്രതിബന്ധമൊന്നുമില്ലെന്ന്
നമ്മെ പഠിപ്പിച്ച വിശുദ്ധ, സ്വർഗം കിരീടമണിയിച്ച സുന്ദരി, വിശുദ്ധ ജർമേന.